മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഇനി ഡിഗ്രി പ്രിലിംസിനായിട്ട് വെറും 2 മാസമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആൻഡ് സബ് ഇൻസ്പെക്ടർ അതിന്റെ പ്രിലിംസ് എക്സാം എപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്? മെയ് മാസത്തിൽ സ്റ്റാർട്ട് ചെയ്യാണ്. മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലാണ് പ്രിലിംസ് നടക്കാൻ പോകുന്നത്. പ്രിലിംസിന് ശേഷം വെറും 2 മാസങ്ങൾ മാത്രമേ നമുക്ക് മെയിൻസിന് നമുക്ക് കിട്ടത്തുള്ളൂ. അതായത് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ എന്തും നടക്കാൻ പോവുകയാണ്, മെയിൻസ് എക്സാമും നടക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രിപ്പറേഷൻ നന്നായിട്ട് പോകുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ നിങ്ങൾക്ക് 50 ടോപ്പിക്കുകൾ തരാം. അതായത് 2021 മുതൽ 2024 വരെ നടന്ന ഡിഗ്രി ലെവൽ എക്സാം പേപ്പറുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് 39 ഡിഗ്രി ലെവൽ എക്സാംസ് ആണ് ഈ കാലഘട്ടത്തിൽ നടന്നത്. അതിനകത്ത് 11 ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്ക് ഡിഗ്രി പ്രിലിംസിന് അവൈലബിൾ ആണ്. ബാക്കിയെല്ലാം എന്താണ്? മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഈ 39 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമ്മൾ നമ്മുടെ ആപ്പിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? അത് അപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. മാത്രമല്ല ഈ 11 ഡിഗ്രി ലെവലിന്റെ പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ അനലൈസ് ചെയ്താണ്. അതിനകത്ത് ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തേക്കുന്നത് ഞാൻ ഈ പറയാൻ പോകുന്ന 50 ടോപ്പിക്കുകളിൽ നിന്നാണ് റിപ്പീറ്റ് ചെയ്തേക്കുന്നത്. അതായത് ഞാൻ ഇവിടെ പറയുന്നത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അടക്കമാണ്. അതായത് ഓരോ ടോപ്പിക്കിൽ നിന്നും കഴിഞ്ഞ 11 ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റ് ചെയ്തത്, അത് വെച്ച് ഞാൻ എന്ത് ചെയ്യാം? ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു തരാം. ആദ്യം പഠിക്കേണ്ട 50 ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്? ആദ്യം ഒന്നുമല്ല, 50 പഠിച്ചാൽ മതി. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് പ്രിലിംസ് പാസ്സായി പോയത് ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ്. മാത്രമല്ല ഈ 50 ടോപ്പിക്കുകളുടെ നല്ല അടിപൊളിയായിട്ടുള്ള നോട്ടും നമ്മൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം. അതായത് നോട്ട് എന്ന് വെച്ചാൽ ഒരു നോർമൽ നോട്ട് അല്ല അത്. ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് എന്ത് ചെയ്യാം? ഓരോ നോട്ടിന്റെയും ക്വാളിറ്റി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ആ നോട്ടിനകത്ത് നമ്മൾ NCERT, SCERT സ്കൂൾ ടെക്സ്റ്റ് ബേസ് ചെയ്താണ് എന്ത് ചെയ്തത്? ആ നോട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതായത് ഒരുപാടൊന്നും വാരി വലിച്ച് പഠിക്കുക ഒന്നും വേണ്ട. ഇതുവരെ ക്വസ്റ്റ്യൻ ആവർത്തിച്ചിട്ടുള്ള UPSC ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, ആ മേഖലകൾ മാത്രം ഒരു ടോപ്പിക്കിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട്, ഒരു ഹാൻഡ് ഔട്ട് നോട്ട് തരാനായിട്ട്. അവിടെ ആ നോട്ട് അത് കഴിഞ്ഞ് അതിന്റെ ഒരു എഡിറ്റേഴ്സ് വ്യൂ, അതായത് എവിടെ നിന്നാണ് ആ മേഖലയിൽ എന്ത് ചെയ്യുന്നത് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് മാത്രമല്ല, അതായത് നമ്മുടെ ഒരു വ്യൂ. അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ NCERT സ്കൂൾ ടെക്സ്റ്റിനകത്ത് ആ ചാപ്റ്റർ എവിടെ കിടക്കുന്നു അതിന്റെ ഒരു റെഫറൻസ്. മാത്രമല്ല UPSCക്ക് ആ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മുഴുവനും. മാത്രമല്ല ഓരോ ടോപ്പിക്കിന്റെയും നല്ല അടിപൊളിയായിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അടക്കമുള്ള 15 സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓരോ ദിവസവും നിങ്ങൾക്ക് നമ്മൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ തരാം. ഓക്കെ. ഇപ്പൊ നിങ്ങൾ അത് നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കുക. ആ നോട്ട്സ് നോക്കി എന്ത് ചെയ്യുക? നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ക്വസ്റ്റ്യൻസ് എവിടെ നിന്നേ വരത്തുള്ളൂ? അവിടെ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ. ആ റേഞ്ച് നോട്ട്സ് ആണ്, ആ റേഞ്ച് ടോപ്പിക് ആണ്. ഓക്കെ. അപ്പൊ നോക്കാം, ആദ്യം പഠിക്കേണ്ട 50 ടോപ്പിക്കുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ. ഇതിനു മുമ്പായിട്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രിലിംസ് പാസ്സാവുക എന്ന് പറഞ്ഞാൽ വലിയ പാടുള്ള ഒരു സാധനമൊന്നുമല്ല. ഓക്കെ. കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് എക്സാം ഒക്കെ പാസ്സായ ഒരാളാണ്, അല്ലെങ്കിൽ നമ്മുടെ ടീമിലെ മൊത്തം നോക്കുകയാണെങ്കിൽ എന്താണ്, എല്ലാവരും ഒരു ലിസ്റ്റിനകത്തുള്ള ആൾക്കാരാണ്. ഓക്കെ. അപ്പൊ അവിടെ നോക്കുക, അവിടെ എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്? മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് എത്ര മാർക്കുണ്ട്? ഇംഗ്ലീഷ് വന്നിട്ട് 20 മാർക്കുണ്ട് അല്ലെ? ഇംഗ്ലീഷ് 20 മാർക്കുണ്ട്. അത് കഴിഞ്ഞ് മാത്സ് വന്നിട്ട് എത്ര മാർക്കാണ്? മാത്സ് 20 മാർക്കാണ്. മാത്സ് റീസണിങ് കൂടെ ചേർത്തിട്ട് 20 മാർക്കാണ്. അത് കഴിഞ്ഞ് മലയാളം വന്നിട്ട് എത്ര മാർക്കാണ്? 10 മാർക്കാണ്. മലയാളം 10 മാർക്ക്. ഓക്കെ, 50 മാർക്കായി. ഹിസ്റ്ററി 10 മാർക്ക്. പിന്നെ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, ഇത്രയും മേഖലകളാണ് എന്ത് ചെയ്യുന്നത്? കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകുന്നത്. നിങ്ങൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ക്വസ്റ്റ്യൻസ്, ഡിഗ്രി ലെവലിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എങ്ങനെയാണ്? പാടാണ്. ഇച്ചിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയാണ് മൊത്തം വരുന്നത്. ഒരു ഡൗട്ടും അതിനകത്തില്ല. അത് ഞങ്ങൾക്കും ആ ഡൗട്ടില്ല. ഓക്കെ. നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ എളുപ്പമായിരിക്കും, ഒന്നും പറയുന്നില്ല. ക്വസ്റ്റ്യൻസ് പാടാണ്. ഓക്കെ. പക്ഷേ അവിടെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഈ 3 മേഖലയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടില്ല? കടുപ്പിച്ചിട്ടില്ല. എളുപ്പമാണെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല, പക്ഷേ കടുപ്പിച്ചിട്ടില്ല. ഒന്ന് വർക്കൗട്ട് ചെയ്തെടുത്താൽ, ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ, ഇവിടെ എല്ലാ ദിവസവും ഒരു ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിന് വേണ്ടി മാത്രം എല്ലാ ദിവസവും 2 മണിക്കൂർ വെച്ച് മാറ്റി വെച്ചാൽ നമുക്ക് അവിടെ ഫുൾ മാർക്കൊന്നും കിട്ടത്തില്ല. പക്ഷേ 40 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഉറപ്പിക്കാം. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. ഓക്കെ. ആവറേജ് റേഞ്ചിൽ മാത്രമേ എന്ത് വരത്തുള്ളൂ? എപ്പോഴും ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, GKയുടെ പകുതി മാർക്ക് മാത്രം നിങ്ങൾ ഒന്ന് സ്കോർ ചെയ്യുകയാണെങ്കിൽ, അതായത് 50 ക്വസ്റ്റ്യൻസ് GK വരുന്നു, പകുതി മാർക്ക് മാത്രം 25 മാർക്ക് മാത്രം സ്കോർ ചെയ്യുകയാണെങ്കിൽ തന്നെ എത്ര മാർക്കായി? 65 മാർക്കായി. 65 മാർക്കായി. പ്രിലിംസ് ഒക്കെ പാസ്സാവാനായിട്ട് ആ മാർക്ക് ധാരാളമാണ്. അപ്പൊ താഴെ തർക്കിക്കാം, ഇനി അങ്ങോട്ട് മാർക്കൊക്കെ കൂടും. ഓക്കെ. എടാ, ഇതുവരെ നടന്ന ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ 55 ഒക്കെയാണ്, അല്ലെങ്കിൽ 45 to 55 ഡിഗ്രി പ്രിലിംസിന്റെ ഒക്കെ കട്ട് ഓഫ് ആയിട്ട് കൂടുതലും വരുന്നത്. ഞാനൊരു 10 മാർക്ക് എന്ത് ചെയ്തു? കയറ്റിയിട്ടു. അങ്ങനെ നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ. അവിടെ
ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രിലിംസ് നമുക്ക് പാസ്സാവാം. ഇതാണ് സ്ട്രാറ്റജി. ഓക്കെ, അതായത് GK നിങ്ങളെല്ലാം വാരി വലിച്ച് പഠിച്ച് വെറുതെ നിങ്ങളെ സമയം കളയേണ്ട യാതൊരു ആവശ്യമില്ല. ഒരു 50 ടോപ്പിക്കുകൾ മാത്രം പഠിച്ചാൽ പ്രിലിംസ് പാസ്സാവാൻ പറ്റുമെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനു 500 ടോപ്പിക്കുകൾ പഠിക്കണം? 50 മാത്രം പഠിച്ചാൽ പോരെ, മതി. ഓക്കെ, അപ്പോൾ ഈ 50 ടോപ്പിക്കുകൾക്ക് എന്ത് കൊടുക്കുക? ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക, പ്രാധാന്യം കൊടുക്കുക. ഈ 50 ടോപ്പിക്കുകളായിരിക്കും എന്ത് ചെയ്യുന്നത്, റിപ്പീറ്റ് ചെയ്യുന്നത്. അതിൽ നിന്നായിരിക്കും എന്ത് വരുന്നത്, 40 ക്വസ്റ്റ്യൻസ് എങ്കിലും മിനിമം എന്ത് ചെയ്യുന്നത്, വരുന്നത്. സോ ഫസ്റ്റ് നോക്കുക, ഒന്ന് arrival of Europeans ആണ്. ഓക്കെ, arrival of Europeans, then contributions of Europeans. കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ 11 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ 4 to 5 മാർക്കാണ്. 4 to 5 മാർക്കാണ് ഈ ടോപ്പിക്കിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുന്നത്, റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് 11 ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 5 തവണ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ അടുത്ത ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്ര തിരുനാൾ, അത് 6 മാർക്കിന് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് മൂന്നാമതായിട്ട് സോഷ്യൽ ആൻഡ് റിലീജിയസ് റീഫോം മൂവ്മെന്റ്സ്, അത് വന്നിട്ട് 13 മാർക്കിനാണ് വന്നിരിക്കുന്നത്, 13 മാർക്ക്. സോ ഫസ്റ്റ് എന്ത് ചെയ്യുക, പ്രാധാന്യം കൊടുക്കുക. അത് കഴിഞ്ഞ് നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള 4 മാർക്കിന് വന്നിട്ടുണ്ട്, 4 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് മിഡീവൽ ഇന്ത്യ അവിടെ മിഡീവൽ ഇന്ത്യ 9 മുതൽ 10 മാർക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ്, ദെൻ അവരുടെ കോൺട്രിബ്യൂഷൻസ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദി ബ്രിട്ടീഷ്, ഇവിടെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് 9 മുതൽ 10 തവണയാണ്. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 3 തവണ എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ അടുത്ത് വരുന്നത് ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, പിന്നെ സ്വദേശി മൂവ്മെന്റ് 3 മാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, 3 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ് ആൻഡ് മഹാത്മാഗാന്ധി 7 മുതൽ 8 മാർക്ക് വരെയാണ് ഈ 11 ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വന്നിരിക്കുന്നത്. ദെൻ സോഷ്യൽ റിഫോം മൂവ്മെന്റ് വന്നിട്ട് 3 മാർക്കാണ്. നെക്സ്റ്റ് വൺ, ഗ്രേറ്റ് റവല്യൂഷൻ ഓഫ് ഇംഗ്ലണ്ട്, ദെൻ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റവല്യൂഷൻ, വേൾഡ് ഹിസ്റ്ററി. കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. ഇത് 3ഉം പഠിക്കാനായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം പോലും എന്ത് ചെയ്യത്തില്ല, വേണ്ടി വരത്തില്ല. പക്ഷേ ഇവിടെ നിന്ന് എത്ര മാർക്ക് ചോദിച്ചിട്ടുണ്ട്, 11 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. 11 മാർക്ക് ക്ലിയർ ആണ്, പോകത്തില്ല. അടുത്ത സ്ട്രക്ചർ ഓഫ് എർത്ത് ആണ്. ജോഗ്രഫി നോക്കുകയാണെങ്കിൽ സ്ട്രക്ചർ ഓഫ് എർത്ത് 2 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അടുത്ത അറ്റ്മോസ്ഫിയർ ആണ്. അറ്റ്മോസ്ഫിയർ 4 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ റോക്സ് നോക്കുകയാണെങ്കിൽ 5 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. 11 ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വന്നിട്ടുണ്ട്, ശിലകളിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇത് 3ഉം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാം. ചെറിയ ടോപ്പിക്കാണ് വരുന്നത്. അത് കഴിഞ്ഞ പ്രഷർ ബെൽറ്റ്, വിൻഡ് 6 തവണയാണ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിരിക്കുന്നത്, വന്നിരിക്കുന്നത്. ദ നോർത്തേൺ മൗണ്ടൻസ്, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ, ഇത് 5 തവണ എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നോർത്തേൺ മൗണ്ടൻസും നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിനും വന്നിട്ട് 5 തവണ ഈ മേഖലയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. കേരള റിവേഴ്സ് ആണെങ്കിൽ 3 ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് എക്കണോമിക്സിലേക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് നാഷണൽ ഇൻകം. സോ നാഷണൽ ഇൻകം 11 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ 11 ക്വസ്റ്റ്യൻ പേപ്പറിലും ആര് വന്നിട്ടുണ്ട്, നാഷണൽ ഇൻകം വന്നിട്ടുണ്ട്. ഫസ്റ്റ് പ്രിഫറൻസിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. 1 മാർക്ക് അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഉറപ്പിക്കാം. നെക്സ്റ്റ് വൺ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ 4 തവണയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് മാർക്ക് ടോപ്പിക് ആണ്, നിങ്ങൾക്ക് അവിടെ വെയിറ്റേജ് കൊടുക്കാം. നെക്സ്റ്റ് അടുത്ത് ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ് 5 ഇയർ പ്ലാൻസ് 8 മാർക്കാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. 8 മാർക്ക്. ഓക്കെ, 8 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നീതി ആയോഗ് 2 മാർക്കാണ്. റിസർവ് ബാങ്ക് ആൻഡ് ഫംഗ്ഷൻസ്, ഓക്കേടാ, റിസർവ് ബാങ്ക് ആൻഡ് ഫംഗ്ഷൻസ് നോക്കുകയാണെങ്കിൽ 11 ക്വസ്റ്റ്യൻ പേപ്പറിൽ 11 തവണ എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കണ്ണും പൂട്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. നെക്സ്റ്റ് അടുത്ത് ഇന്ത്യൻ സിവിൽ സർവീസ് 6 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ ഇൻഫർമേഷൻ കമ്മീഷൻ ആൻഡ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 5 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ലോക്പാൽ ആൻഡ് ലോകായുക്ത 3 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ട് ആൻഡ് റൂൾസ് റിഗാർഡിംഗ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ 5 തവണ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഗവൺമെന്റ് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ലെജിസ്ലേച്ചർ 11 ക്വസ്റ്റ്യൻ പേപ്പറിൽ 12 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ് ഗവൺമെന്റ് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ആൻഡ് ലെജിസ്ലേറ്റീവ്. ഓക്കെ, നെക്സ്റ്റ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നോക്കുകയാണെങ്കിൽ 6 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എല്ലാം കൂടെ ചേർത്തിട്ട് പ്രിയാമ്പിൾ നോക്കുകയാണെങ്കിൽ, ആമുഖം നോക്കുകയാണെങ്കിൽ 5 തവണയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഫണ്ടമെന്റൽ റൈറ്റ്സ് 7 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ് ആണെങ്കിൽ 9 മുതൽ 10 മാർക്കിന് 11 ക്വസ്റ്റ്യൻ പേപ്പറിൽ 10 തവണ എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് എമർജൻസി, അടിയന്തരാവസ്ഥ 4 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ പഞ്ചായത്ത് രാജ് 3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇമ്പോർട്ടന്റ് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാം. അടുത്ത മലയാളത്തിലേക്ക് പോകുമ്പോൾ എഴുത്തുകാർ, അതായത് ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചറിനകത്താണ് ഇത് വരുന്നത്. എഴുത്തുകാർ, തൂലികാ നാമങ്ങൾ 6 മാർക്ക് വന്നിട്ടുണ്ട്. മലയാള സിനിമയുടെ നാൾവഴികൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചറിലെ 10 മാർക്ക്. ഓക്കെ, 10 മാർക്ക് 11 ക്വസ്റ്റ്യൻ പേപ്പറിൽ 10 തവണ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, സാംസ്കാരിക നായകർ 6 തവണ വന്നിട്ടുണ്ട്.
കേരളത്തിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ 8 മാർക്കാണ് റിപ്പീറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഞങ്ങൾ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാം നോട്ട് തരും, ഇത് ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ്. ഓക്കെ, നെക്സ്റ്റ് ഒളിമ്പിക്സ് നോക്കുകയാണെങ്കിൽ 4 മുതൽ 5 മാർക്കാണ് ഒളിമ്പിക്സ് വന്നിരിക്കുന്നത്. ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, സാഫ് ഗെയിംസ് ആണെങ്കിൽ 10 മാർക്ക് വന്നിട്ടുണ്ട്, 10 മാർക്ക്. നെക്സ്റ്റ് ഹാർഡ്വെയർ വന്നിട്ട് IT നോക്കിയാണ് ഹാർഡ്വെയർ 11 ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ 15 മാർക്കാണ് ഏത് വന്നേക്കുന്നത്, ഹാർഡ്വെയർ എന്ന് വന്നേക്കുന്നത്. IT 5 മാർക്കുണ്ട്. ഓക്കെ, ഇപ്പൊ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മാറി. നെക്സ്റ്റ് സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ 10 മാർക്കാണ്, സോഫ്റ്റ്വെയർ 10 മാർക്ക്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആണെങ്കിൽ എത്രയാണ്, 10 മാർക്കാണ്. അടുത്ത ഇന്റർനെറ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. സൈബർ ലോ ആൻഡ് സൈബർ ക്രൈംസ് വന്നിട്ട് 8 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ പബ്ലിക് ഹെൽത്ത് ആൻഡ് കമ്മ്യൂണിറ്റി മെഡിസിൻ 4 തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ സയൻസ് ആൻഡ് ടെക്നോളജി, ISRO, DRDO വളരെ ഇമ്പോർട്ടന്റ് ആണ്. 11 ക്വസ്റ്റ്യൻസ് ആണ് ആ ടോപ്പിക് എന്ന് വന്നിരിക്കുന്നത്. 11 ക്വസ്റ്റ്യൻസ് റീസെന്റ് ആയിട്ടുള്ള ലോഞ്ചസ് ആയിക്കോട്ടെ, ഫണ്ടമെന്റൽസ് ആയിക്കോട്ടെ, CA ആയിക്കോട്ടെ, ഇതിൽ നിന്ന് 11 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് എനർജി റിക്വയർമെന്റ് ആൻഡ് എഫിഷ്യൻസി 6 മാർക്കാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ബയോഡൈവേഴ്സിറ്റി ഇമ്പോർട്ടന്റ് ആണ്. ബയോഡൈവേഴ്സിറ്റി നമ്മുടെ നാച്ചുറൽ വെജിറ്റേഷനൊക്കെ അകത്ത് വരുന്ന ബയോഡൈവേഴ്സിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അത് കഴിഞ്ഞ് അതിന്റെ ഫീച്ചേഴ്സ് ബാക്കി എല്ലാം കൂടെ ചേർത്തിട്ട് പോളിസീസ്, പ്രോട്ടോകോൾസ്, ഇന്ത്യസ് കമ്മിറ്റ്മെന്റ്, വെസ്റ്റേൺ ഘട്ട്, ഫീച്ചേഴ്സ്, ക്യാരക്ടേഴ്സ്, അതെല്ലാം കൂടെ ചേർത്തിട്ട് 10 മുതൽ 12 മാർക്ക് വന്നിട്ടുണ്ട്. അതായത് 11 ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ തവണയും എന്ത് ചെയ്തിട്ടുണ്ട്, അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് എൻവയോൺമെന്റൽ ഹസാർഡ്, പൊല്യൂഷൻ, കാർബൺ എമിഷൻ, ഗ്ലോബൽ വാർമിംഗ് 3 തവണയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ കോൺട്രിബ്യൂഷൻ ഓഫ് പ്രോമിനന്റ് ഇന്ത്യൻ സയന്റിസ്റ്റ് വന്നിട്ട് 5 മാർക്കാണ് വന്നിരിക്കുന്നത്. ഇത്രയാണ് പ്രധാനപ്പെട്ട 50 ടോപ്പിക്ക്. ഈ 50 ടോപ്പിക്കുകൾ നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൊടുക്കുക. നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ നമ്മുടെ പിള്ളേരോട് പറയുന്നത് എങ്ങനെയാണ്, നമ്മൾ എല്ലാം പഠിപ്പിക്കും, പക്ഷേ ഫസ്റ്റ് പ്രയോറിറ്റി ഏതേ കൊടുക്കാവൂ, ഇതേ നിങ്ങൾ കൊടുക്കാം. ഈവൻ എനിക്ക് 50 ടോപ്പിക്കുകൾ പഠിച്ചാൽ പ്രിലിംസ് പാസ്സാവാൻ പറ്റുമെങ്കിൽ ഞാൻ എന്തിന് എൻ്റെ വിലപ്പെട്ട സമയം 500 ആവശ്യമില്ലാത്ത സാധനങ്ങൾ പഠിച്ച് കളയണം? ഞാൻ എന്തിന് നിലവാരമില്ലാത്ത ടോപ്പിക്കുകൾ നോക്കി എന്ത് ചെയ്യണം, എൻ്റെ സമയം കളയണം? ഒരാവശ്യമില്ല. മാത്രമല്ല നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ റേഞ്ച് എന്ത് ചെയ്യുക, ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് നമ്മൾ പഠിക്കാം. മീൻസ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന നോട്ട്സ് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നോട്ട് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കയറി നോക്കാം. അതായത് ഫസ്റ്റ് നമ്മളിവിടെ ഇട്ടേക്കുന്നത് അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ് ആണ്, അതായത് അന്തരീക്ഷം ആണ് നമ്മൾ ഇട്ടേക്കുന്നത്. അന്തരീക്ഷം. ഓക്കെ, അന്തരീക്ഷത്തിനകത്ത് നോക്കി ഫസ്റ്റ് എങ്ങനെയാണ് അതിന്റെ ലെയേഴ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, കണ്ടായിരുന്നോ? ഇവിടെ ഫസ്റ്റ് അതിന്റെ ലെയേഴ്സ് ആണ്. അതിന്റെ ബേസിക്സ്, ബൗണ്ടറീസ് ബാക്കിയെല്ലാം പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, അത് കഴിഞ്ഞ് ഹോമോസ്ഫിയർ, ഹെട്രോസ്ഫിയർ, അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് മൊത്തം തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ എയറോസോൾസ്, പിന്നെ കോൺട്രിബ്യൂഷൻ ഓഫ് ഗ്യാസസ്. അടുത്ത് നോക്കിയേ UPSC എവിടെ നിന്നൊക്കെയാണ് UPSC എന്ന ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്, സിവിൽ സർവീസിന് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ അടുത്ത് നോക്കി UPSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, കണ്ടായിരുന്നോ? 2014 ചോദിച്ചിട്ടുണ്ട്, 2016 ചോദിച്ചിട്ടുണ്ട്, 2012 ചോദിച്ചിട്ടുണ്ട്, 2018 ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ UPSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മൊത്തം അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നോക്കിയേ, കണ്ടായിരുന്നോ? നെക്സ്റ്റ് വൺ ഒരു എഡിറ്റേഴ്സ് വ്യൂ, അതായത് എവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, കൂടുതൽ നോക്കണം, ഏതൊക്കെ മേഖലകൾ ഇതിനകത്ത് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം, ഒരു എഡിറ്റേഴ്സ് വ്യൂ എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് ഇപ്പൊ പലർക്കും ഒരു ഡൗട്ട് ഉണ്ട്, ഒരു ടോപ്പിക്ക് NCERT-ക്കകത്ത് എവിടെയാണ് കിടക്കുന്നത്, എവിടെയാണ് ആ ടോപ്പിക് കിടക്കുന്നത്, എങ്ങനെ കണ്ടുപിടിക്കും, അങ്ങനെയൊക്കെ ഡൗട്ട് ഉണ്ട്. സോ ഈ 50 ടോപ്പിക്കുകളുടെ റെഫറൻസ് NCERT-യിലെ ഏത് ചാപ്റ്റർ ആണ്, ഏത് ക്ലാസ് ആണ്, അതും എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. കാര്യം ഈ നോട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് NCERT-ക്കകത്ത് നിന്നുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി, എല്ലാം വാരി വലിച്ച് പഠിക്കുന്നു വേണ്ട, കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. എന്ത് ചെയ്യാൻ പറ്റും, ടോപ്പിക് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ വിലപ്പെട്ട സമയം എന്ത് ചെയ്യാൻ പറ്റും, ലാഭിക്കാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ ഓരോ ടോപ്പിക്കിൽ നിന്നും 15 ക്വസ്റ്റ്യൻസ് ആണ്, കണ്ടായിരുന്നോടാ? ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒക്കെ പക്ക NCERT ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ടുണ്ട്, മോക്ക് ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ടുണ്ട്, എനാബിൾഡ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 15 അടിപൊളിയായിട്ടുള്ള അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓരോ ടോപ്പിക്കും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ തരാൻ പോവുകയാണ്. ഓക്കെ, സോ നമ്മുടെ ബാച്ചിലാണെങ്കിൽ ഇതിന്റെ മലയാളം നോട്ട്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് നോട്ട്സ് ആണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ നോക്കുക, 15 ക്വസ്റ്റ്യൻസ്, പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഈ പറഞ്ഞതെല്ലാം നമ്മുടെ ടെലഗ്രാമിനകത്ത് ഇനി ഓരോ ദിവസവും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഷെഡ്യൂൾ ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. നമ്മുടെ താഴെ കമന്റ് ബോക്സിൽ ടെലഗ്രാമിന്റെ ലിങ്ക് ഇട്ടേക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നോട്ട്സ് മൊത്തം നിങ്ങൾക്ക് എടുക്കാം. ആര് തരുമട ഇതേപോലെ. ഓക്കെ, അതായത് 50 ടോപ്പിക്കുകൾ ചിലപ്പോൾ എല്ലാവർക്കും പറഞ്ഞു തരാൻ പറ്റും, പക്ഷേ അതിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് റേഞ്ചിലുള്ള നോട്ട്, അതിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് റേഞ്ചിലുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, NCERT റെഫറൻസ്, UPSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം ഡിഗ്രി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ആപ്പിനകത്ത്
ഈ 39 ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഫുൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെറുതെ PSCയുടെ സൈറ്റിൽ കയറി ഒരുപാട് സമയം കളയേണ്ട, ആപ്പിനകത്ത് കയറിയാൽ മതി. ആ മെറ്റീരിയൽസ് മൊത്തം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇങ്ങനെ ഇതേപോലെയുള്ള ഈ പറഞ്ഞ 50 ടോപ്പിക്കുകളുടെ നോട്ടാണ് നമ്മൾ ഓരോ ദിവസവും നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് വെച്ചിട്ട് നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. ഓരോ ഉഴപ്പും ഇല്ലാതെ ഓരോ ടോപ്പിക്കുകളായിട്ട് എന്ത് ചെയ്യുക, പഠിച്ച് തീർക്കുക. അതിൻ്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എന്ത് ചെയ്യുക, നന്നായിട്ട് ചെയ്യുക. എന്നിട്ട് പ്രിലിംസ് ക്രാക്ക് ചെയ്യുക, മെയിൻസ് ക്രാക്ക് ചെയ്യുക, ജോലി മേടിച്ച് എന്ത് ചെയ്യുക, നിങ്ങളങ്ങ് പോവുക. ഓക്കെ, അടുത്ത നെക്സ്റ്റ് നമ്മുടെ ഒരു ഡിഗ്രി ലെവലിൻ്റെ ബാച്ച് ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. അപ്പോൾ അതിനകത്ത് നമ്മളെയും ഇതേപോലെയാണ് നമ്മുടെ ക്ലാസ്സസ് ആയിക്കോട്ടെ, ബാക്കി എന്തായിക്കോട്ടെ, ഈ ക്വാളിറ്റി ക്ലാസ്സസ് നിങ്ങൾക്ക് അതിനകത്ത് കിട്ടിയിരിക്കും. അതായത് ഞാൻ ഈ യൂട്യൂബിൽ എന്ത് എനർജി ആയിട്ട് നിന്ന് സംസാരിക്കുന്നോ ആ ക്വാളിറ്റിയുള്ള ക്ലാസ്സുകൾ, അത് എല്ലാ വിഷയങ്ങളും. അല്ലാതെ നമ്മൾ നമ്മുടെ ഫാക്കൽറ്റീസിനോട് നമ്മൾ നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ട്, ഒന്ന് NCERT നോക്കി മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, നിങ്ങൾ നോട്ട് നിങ്ങൾ ഉണ്ടാക്കാം. അതായത് നിങ്ങൾ ഫാക്കൽറ്റീസ് ക്ലാസ് എടുക്കാം. മാത്രമല്ല അത് പിള്ളേർക്ക് എത്രത്തോളം നന്നായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമോ എന്ത് ചെയ്യുക, നന്നായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. മാത്രമല്ല നമ്മളിപ്പോൾ ഈ സ്റ്റുഡിയോ ക്വാളിറ്റി ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ, ഒരു ക്ലാസ്സിൻ്റെ ക്വാളിറ്റി. അല്ലാതെ ഒരു ഫാക്കൽറ്റി വീട്ടിലിരുന്ന് ഒരു സൂം ക്ലാസ്സിന് ഒരു മൂലയിൽ പോയിരുന്നിട്ട് അങ്ങനെയല്ല, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനെയല്ല നമ്മുടെ ക്ലാസ്സസ് പോകുന്നത്. ഈ ഫുൾ എനർജി, ഈ ക്വാളിറ്റി ബാക്കിയെല്ലാം നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ബാച്ച് നമ്മൾ ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത്, ഡിഗ്രിയുടെ ബാച്ച്. ഇനി താമസിക്കേണ്ടവർ 2 മാസം മാത്രമേ നിങ്ങളുടെ മുമ്പിലുള്ളൂ. ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഫസ്റ്റ് നമ്മുടെ നോട്ട്സ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കുക, ആ ക്വാളിറ്റി ഒന്ന് മനസ്സിലാക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, തീരുമാനിക്കുക. ഓക്കെ, നിങ്ങൾ ജോയിൻ ചെയ്യത്തില്ല, രണ്ടാമത്തെ കാര്യം. പക്ഷേ ആ നോട്ട്സ് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അവിടെ നിന്ന് മാത്രമേ എന്ത് വരത്തുള്ളൂ, ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ. അതിനകത്തുള്ള എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡിഗ്രി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ തരാം, നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. 8281223366. ഓക്കെ, ഇതാണ് കസ്റ്റമർ കെയർ നമ്പർ വരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വിളിക്കാം. സോ നന്നായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക, അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ.